പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തമുക്കം മൈതാനിയിൽ സീതാറാം യെച്ചൂരി നഗറിൽ ഏപ്രിൽ 2-നാണ് പതാക ഉയരുക. നാളെ വൈകിട്ടോടെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ സമ്മേളന നഗരിയിൽ സംഗമിക്കും. 2-ന് രാവിലെ ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് വിമൻ ബസു പതാക ഉയർത്തും. എൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ മധുരയിൽ നിന്നും ചേരുകയാണ്. രാജ്കുമാർ, എങ്ങനെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, മറ്റു വിശദാംശങ്ങളിലേക്ക്? അതായത് കീഴ്വെൺമണി അവിടെ നിന്നാണ് ഈ സമ്മേളനത്തിന് ഉയർത്താനുള്ള പതാക കൊണ്ടുവരുന്നത്. അത് ഈ വാസുകി, അത് ജാഥ ക്യാപ്റ്റനായിട്ടുള്ള ഈ വാസുകിയാണ് പതാക ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കെ പത്മനാഭൻ, കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ പത്മനാഭൻ ഈ പതാക ഏറ്റുവാങ്ങും. അതായത് 2-ാം തീയതി രാവിലെ ബുദ്ധദേവ് ഭട്ടാചാര്യ നഗറിൽ ബിമൻ ബാസു, മുതിർന്ന പാർട്ടി നേതാവ് ബിമൻ ബാസു പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. പിന്നീട് ചേരുന്ന ഇതിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കോർഡിനേറ്ററുമായിട്ടുള്ള പ്രകാശ് കാരാട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടുകൂടി സമ്മേളനത്തിൻ്റെ ആ ഘട്ടങ്ങളിലേക്ക് കടക്കും. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BB അംഗം, അതേപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഇതുവരെ ഒരു സ്വീകരണം ലഭിച്ചിട്ടില്ല. ഇതുപോലെ മുതിർന്ന നേതാക്കൾ, അതുപോലെ സിനിമാ നടൻ സമുദ്രക്കനി, വിജയ് സേതുപതി, അതുപോലെ സംവിധായകൻ വെട്രിമാരൻ ഒക്കെ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് സെമിനാറുകളും നമ്മുടെ കേരളത്തിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംഘടിപ്പിച്ചതുപോലെ തന്നെയുള്ള സെമിനാറുകളും ഇതിൻ്റെ ഭാഗമായി നടക്കും. ഒപ്പം ചരിത്ര എക്സിബിഷൻ ഉൾപ്പെടെ ഈ വേദിയിൽ കോടിയേരി നഗറിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 6-ാം തീയതിയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. അത് മസ്താൻപെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൊതുസമ്മേളനം. അജിംഷാദ്. ശരി, രാജ്കുമാറാണ് മധുരയിൽ നിന്നും 24-ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.